ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് TCL എയർ കണ്ടീഷന്റെ റിമോട്ട് കൺട്രോൾ ഫീച്ചറുകളെ കുറിച്ചാണ്. എല്ലാ എയർ കണ്ടീഷൻ മോഡലുകൾക്കും ഒരു മാനുവൽ ഉണ്ട്. എല്ലാ സവിശേഷതകളും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ മാനുവൽ ഉപയോഗിക്കാം. എന്റെ പക്കലുള്ള എയർ കണ്ടീഷൻ മോഡൽ T3 Pro ആണ്. അതിന് ഒരു ഫാൻസി റിമോട്ട് ഉണ്ട്. ഒട്ടുമിക്ക റിമോട്ട് മോഡലുകളും ഒരേ ഫീച്ചറുകളോടെയാണ് വരുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അടിസ്ഥാന സവിശേഷതകൾ ചർച്ച ചെയ്യും. ഒന്നാമതായി, ഏറ്റവും ആവശ്യമുള്ള ചോദ്യം മോഡിനെക്കുറിച്ചുള്ളതാണ്. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന മോഡ് കൂളിംഗ് മോഡാണ്. ഈ മോഡിൽ നിങ്ങൾക്ക് മുകളിലേക്കും താഴേക്കും താപനില നിയന്ത്രിക്കാനാകും. ഈ കൂളിംഗ് മോഡിൽ എയർ കണ്ടീഷൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്നാമതായി, നിങ്ങൾ സജ്ജമാക്കിയ താപനില അനുസരിച്ച് ഇത് മുറിയെ തണുപ്പിക്കുന്നു. രണ്ടാമതായി, ഇത് നിങ്ങളുടെ മുറിയിലെ ഈർപ്പമില്ലാതാക്കുന്നു. അടുത്ത മോഡ് ഡ്രൈ മോഡാണ്. അവിടെ നിങ്ങൾക്ക് 3 തുള്ളികൾ കാണാം. അതിന്റെ ചിഹ്നം അതാണ്. അടിസ്ഥാനപരമായി ഈർപ്പം കൂടുതലുള്ള മുറിയിൽ നിങ്ങൾക്ക് ഒരു സുഖവും തോന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മുറിയിലെ ഈർപ്പം കുറയ്ക്കാൻ ഡ്രൈ മോഡ് ഉപയോഗിക്കാം. ഇത് കൂളിംഗ് മോഡിൽ നിന്നും ഹീറ്റിംഗ് മോഡിൽ നിന്നും വ്യത്യസ്തമാണ്. അടുത്ത മോഡ് ഇതാണ് ഫാൻ മോഡ്. ഈ മോഡുമായി ആശയക്കുഴപ്പത്തിലാക്കേണ്ടതില്ല. ഫാനിന്റെ വേഗത നിയന്ത്രിക്കാൻ ഫാൻ ചിഹ്ന സ്വിച്ച് നിങ്ങളെ സഹായിക്കുന്നു. ഇതൊരു പ്രത്യേക മോഡാണ്. ഈ ഫാൻ മോഡിൽ എയർ കണ്ടീഷൻ വെന്റിലേഷൻ മോഡിലാണ്. അതിനർത്ഥം അത് തണുപ്പിക്കുകയോ ചൂടാക്കുകയോ ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ഫാൻ ഓൺ. യു ഫീൽ ദി എയർ. അടുത്ത മോഡ് ഹീറ്റിംഗ് മോഡാണ്. അതിന്റെ ചിഹ്നം സൂര്യനാണ്. ഈ മോഡ് സജീവമാകുമ്പോൾ എയർ കണ്ടീഷൻ ഹീറ്റിംഗ് മോഡിലാണ്. മാനുവലിൽ കമ്പനി ഒരു പ്രധാന കുറിപ്പ് നൽകിയിട്ടുണ്ട്. I will read it and explain it to you. In heating operation, the appliances can automatically activate a defrost cycle, which is essential to clean the frost on the condenser so as to recover its heat exchange function. This procedure usually lasts for 2 to 10 minutes. After defrosting, it resumes to heating mode automatically. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ വിശദീകരണം നൽകാം. തങ്ങൾ ഹീറ്റിംഗ് മോഡ് ഓണാക്കിയെന്നും ചൂടാക്കൽ തുടങ്ങിയിട്ടില്ലെന്നും ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. ഇതിന് കാരണം നിങ്ങൾ 2 മുതൽ 10 മിനിറ്റ് വരെ കാത്തിരിക്കണമെന്നതാണ്. കാരണം പിൻഭാഗത്ത് ഒരു ഡിഫ്രോസ്റ്റ് സൈക്കിൾ പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ഹീറ്റിംഗ് മോഡ് സജീവമാക്കിയ ശേഷം നിങ്ങൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും കാത്തിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ എയർ കണ്ടീഷണർ നിർത്താതെ ചൂടാക്കുന്നത് തുടരും. The last mode is the auto mode. ഓട്ടോ മോഡിൽ എയർ കണ്ടീഷണർ അത് ചൂടാക്കണോ തണുപ്പിക്കണോ എന്ന് ബുദ്ധിപരമായി കണ്ടെത്തും. ആവശ്യമായ താപനില കൈവരിക്കാൻ ഇത് അതിന്റെ സെൻസറുകൾ ഉപയോഗിക്കും. ഇതിനെ ഓട്ടോ മോഡ് എന്ന് വിളിക്കുന്നു. So guys, I hope you have cleared all the confusion regarding the modes in this brief video. Thanks for watching.